അമ്മൂസ ഇന്ന് കാർത്തിക ദീപമല്ലേ, അതുകൊണ്ട് ഇതുപോലെ കുറെ വിളക്കുകളൊക്കെ കത്തിച്ച് നമ്മ മുറ്റത്തും ജനലിന്റെ മേലെയൊക്കെ വെക്കണം. അത് അമ്മൂസയെ നമ്മ സാമി കുമ്പിടുമ്പോ ദൈവത്തിന്റെ അടുത്ത് ദിവസം വിളക്ക് വെക്കും. പക്ഷെ ഇന്ന് കാർത്തിക ദീപമാണ്. ഇന്ന് എല്ലാവരും സാമി പടത്തിന്റെ അടുത്ത് മാത്രമല്ല, മുറ്റത്തും ജനലിന്റെ മേലെയും വീട് മൊത്തം ഇതുപോലെ കുറെ വിളക്കുകൾ വെക്കും. അത് എന്തിനാന്നും പറഞ്ഞ കാർത്തിക ദീപം ആഘോഷിക്കാനാ. അത് കാർത്തിക ദീപം എന്ന് പറഞ്ഞാ അമ്മ ഉണ്ണിക്ക് പറഞ്ഞു തരാം. അമ്മൂസിന് ഈ ദൈവങ്ങളുടെ പേരൊക്കെ അറിയാലോ, അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? ശിവൻ, വിഷ്ണു, മുരുകൻ, കൃഷ്ണൻ എന്നൊക്കെ. അതില് ശിവനും വിഷ്ണുവിനും ഒരു ദിവസം നമ്മൾ രണ്ടുപേരും തമ്മിൽ ആരാണ് ഏറ്റവും വലിയവരെന്ന ഒരു സംശയം തോന്നി. അപ്പൊ രണ്ടുപേരും കൂടെ ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് മത്സരിക്കാൻ തുടങ്ങി. പിന്നെ അവസാനം ശിവൻ ആരാണ് വലുത് എന്ന് ഇങ്ങനെ ഒരാൾക്ക് ഒരാൾ മത്സരിക്കാതെ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കണം, ആരും വലുതുമല്ല ചെറുതുമല്ല, സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഒരു വലിയ തീജ്വാലയായിട്ട് മാറി. ആ തീജ്വാലയാണ് നമ്മുടെ ഈ ദീപം. അപ്പൊ ശിവൻ പറഞ്ഞ പോലെ എല്ലാവരും ഈഗോ ഇല്ലാതെ സ്നേഹത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർത്തിക ദീപം ആഘോഷിക്കുന്നത്. അത് മാത്രമല്ല, ഇതുപോലെ വീട് മൊത്തം കുറെ വിളക്കുകളൊക്കെ വെച്ച് അത് കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരും. എന്റെ അമ്മൂസിന് വീട്ടിൽ ഈ കുറെ വിളക്കുകളൊക്കെ കാണുമ്പോ സന്തോഷമില്ലേ? അത് തന്നെ, അതുകൊണ്ടാണ് അമ്മ വീട് മൊത്തം ഈ വിളക്ക് വെക്കുന്നത്. അയ്യോ വേണ്ട അമ്മൂസേ, അമ്മൂസ അമ്മ വിളക്ക് വെക്കണത് കണ്ടാ മതി. അമ്മൂസ ഈ വിളക്ക് കയ്യിലെടുത്താലേ പിന്നെ കൈ ചുടും. അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരുന്ന് വിളക്കൊക്കെ നോക്കിക്കോ, പക്ഷെ കയ്യിൽ തൊടണ്ടാട്ടോ. ശരി അമ്മു, അമ്മ ഈ വിളക്ക് കൊണ്ടുപോയി മുറ്റത്തൊക്കെ വെച്ചിട്ട് വരാം. പിന്നെ നിനക്കിത് തൊടാൻ പാടില്ല എന്നുള്ളത് അറിയാം, പക്ഷെ അപ്പൂസില്ലേ, അവനറിയില്ല, അവൻ അപ്പുറത്ത് കളിക്കുവാണ്. അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഈ വിളക്ക് തൊടാൻ പാടില്ല എന്ന് അവനെ കൊണ്ട് പറയിട്ടാ. ശരി അമ്മൂസേ, ശരി, അമ്മ പോയി പുറത്ത് ഈ വിളക്ക് വെച്ചിട്ട് വരാം. ഇല്ല, ചെറുതായിട്ട് ചുവന്നിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, ശരിയാവും ട്ടോ. അയ്യോ ഇല്ല മോനെ, ഇല്ല, കൈ ഒരുപാട് വേദനിക്കുന്നുണ്ടോ? നിക്കട്ടോ, അമ്മ പച്ചവെള്ളത്തിൽ കൈ വെച്ച് തരാം, അപ്പൊ എരിച്ചിൽ കുറച്ച് കുറവാവും. അയ്യോ അതേറിയാ, നല്ലോണം പൊളിയിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ചൂട് തട്ടിയിട്ടുണ്ട്, അതാണ് അവൻ എരിച്ചിൽ കൊണ്ട് കരയുന്നത്. ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞതല്ലേ അപ്പൂസ് ഇങ്ങോട്ട് വന്നാ വിളക്കിൽ കൈവയ്ക്കാതെ നോക്കണമെന്ന്.
ഇരുന്നിരിക്കണം. ഞാന് അവൻ ഇങ്ങോട്ട് വരില്ലാന്ന് വിചാരിച്ചാണ് താഴെ വെച്ചത്. തെറ്റ് നിന്റെ മേലെയല്ല, എന്റെ മേലെയാ. ഇനിയിപ്പോ നിന്റെ അച്ഛനെ കൊണ്ട് പറഞ്ഞാ എന്നെ തന്നെ ചീത്ത പറയും. ഞാൻ തന്നെ കുറച്ച് ശ്രദ്ധയോടെ ഈ വിളക്കൊന്നും കത്തിച്ച് താഴെ വെക്കാതെ ഇരുന്നിരിക്കണം. അതെ റിയ, പാവം, അവന് കൈ എരിച്ചിലുണ്ടാവും, അതാ കരയുന്നത്. ശരി പോട്ടെ, വിട്, നീ കരയണ്ട. അവന്റെ കൈ കുറച്ച് പച്ചവെള്ളത്തിൽ വെച്ചാൽ എരിച്ചിലൊക്കെ മാറും, അപ്പൊ അവന് ശരിയാവും. അയ്യോ അപ്പൂസെ, കരയില്ലടാ. കൈ ഒരുപാട് എരിയുന്നുണ്ടോ? വാ, അമ്മ നിനക്ക് കയ്യില് പച്ചവെള്ളം വെച്ച് തരാം. എടി ഐഷു, എന്ത് പറ്റി? എന്തിനാ അപ്പൂസും അമ്മൂസും കരയുന്നത്? അയ്യോ ശിവേട്ടാ, അത് ഞാൻ പുറത്ത് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചതായിരുന്നു. അത് അപ്പൂസ അറിയാതെ വിളക്കിൽ കൈ വെച്ചു. എന്ത്? വിളക്കിൽ കൈവച്ചോ? അയ്യോ, പച്ച കുട്ടിയാണ്, അവന്റെ കൈ നല്ലോണം പൊള്ളിയിട്ടുണ്ടാവുമല്ലോ. ഇല്ല ശിവേട്ടാ, അത് നല്ലോണം പൊള്ളിയിട്ടൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ചൂട് തട്ടിയിട്ടുണ്ട്. അതാ എരിച്ചിലും കൊണ്ട് കരയുന്നത്. എടി ഐഷു, ഞാൻ നിന്നെ കൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഈ വിളക്കൊക്കെ കത്തിക്കുമ്പോ കുട്ടികളുള്ള വീട്ടില് അവർക്ക് എത്താത്ത പോലെ നോക്കി വെക്കണമെന്ന്. അയ്യോ ഇല്ല ശിവേട്ടാ, അപ്പൂസ അപ്പുറത്ത് കളിക്കുമായിരുന്നു. പിന്നെ റിയാനെ കൊണ്ട് ഞാനിത് തൊടാൻ പാടില്ലെന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ വെച്ചിട്ട് പോയത്. പക്ഷെ ഞാൻ വിളക്ക് കൊണ്ടുപോയി പുറത്ത് വച്ചിട്ട് വരുമ്പോഴേക്കും അവൻ എങ്ങനെയോ വന്ന് വിളക്കിൽ കൈ തൊട്ടു. ഐഷു, അതൊന്നും നീ പറയണ്ട. ചെറിയ കുട്ടി തന്നെയല്ലേ, അവനറിയോ? അവൻ എപ്പോഴും ഒരേ ഇവിടെ ഇരുന്ന് കളിക്കുവോ? ഇതുപോലെ വിളക്ക് താഴെ വെക്കുമ്പോ കുട്ടി വന്ന് തൊടുന്നുള്ള ബോധം നമുക്ക് ആദ്യം വേണം. അയ്യോ സോറി ശിവേട്ടാ, ഞാൻ തന്നെ കുറച്ച് ശ്രദ്ധയോടെ ഇരുന്നിരിക്കണം. ഇങ്ങനെ വിളക്ക് താഴെ വെച്ചിട്ട് പോയിരിക്കാൻ പാടില്ല. അതെ, എല്ലാം കഴിഞ്ഞിട്ട് അവന്റെ കൈ പൊള്ളിയ ശേഷം ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ആദ്യം അത് നോക്കി ചെയ്തിരിക്കണം ഐഷു. ശരി പോട്ടെ, വിട്. അവന്റെ കയ്യിൽ നല്ല എരിച്ചിലുണ്ടെന്നാ തോന്നുന്നു, അതാ അവൻ കരയുന്നത്. അതെ ശിവേട്ടാ, ഞാൻ അവന്റെ കയ്യിൽ പോയി കുറച്ച് പച്ചവെള്ളം വെച്ച് കൊടുക്കാം, അപ്പൊ എരിച്ചിൽ കുറച്ച് കുറവാകും. എടി, അവന്റെ കയ്യിൽ ഞാൻ പച്ചവെള്ളം വെച്ച് കൊടുക്കാം, നീ അവനെ ഇങ്ങോട്ട് താ. ഇവിടെ നീ വീണ്ടും ഈ വിളക്കൊക്കെ താഴെ വെച്ചിട്ട് വന്നാ റിയാവും അറിയാതെ ഈ വിളക്കിനെ തൊടും. നീ ആദ്യം വിളക്കൊക്കെ എടുത്ത് കൊണ്ടുപോയി പുറത്ത് വെക്കി, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും മാറ്റി വെക്കി. ഞാൻ അപ്പൂസിനെ നോക്കിക്കോളാം. എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കാം, അപ്പൊ അവനെ എരിച്ചിൽ ശരിയാവും. നീ ആദ്യം ഈ വിളക്കൊക്കെ ഒന്ന് മാറ്റി വെക്കി. ആ ശരി ശിവേട്ടാ, ഇതാ നിങ്ങൾ അപ്പൂസിനെ നോക്കിക്കോളി, ഞാൻ ഈ വിളക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം. കൈ പോയി.